ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബിബ്രോ. ഗൈസ് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ലാപ്പിൽ നിന്നാണ്, അതുകൊണ്ടാണ് അത് ക്ലാരിറ്റി ഇല്ലാത്തത്. വേറെ ഒന്നും വിചാരിക്കരുത്, ക്ലാരിറ്റി അതുകൊണ്ടാണ് ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എങ്ങനൊരു വെബ് ഡിസൈനിങ് ചെയ്യാം. പാട്ടായിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ്. പിന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് വെബ് ഡിസൈനിങ് ഉപയോഗിക്കുന്നത് HTML ആണ്. നമ്മൾ HTML വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, രണ്ട് ആപ്പാണ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുക. ഒന്ന് നോട്ട് പാഡും പിന്നെ രണ്ട് സബ്ലിമേ ടെക്സ്റ്റും. അതിനകത്ത് തന്നെ ഇപ്പോൾ ഞാൻ സബ്ലിമേ ടെക്സ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ സബ്ലിമേ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് അത് എങ്ങനെ ആദ്യം ഡൗൺലോഡ് ചെയ്താൽ എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ പോകാം. ഞാനിപ്പോൾ ക്രോമ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പോയിട്ട് ഇപ്പോൾ സബ്ലിമേ ടെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക. സബ്ലിമേ ടെക്സ്റ്റ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുക്കുക. ഇവിടെ പോകുക. ഇപ്പം ഇവിടെ ഈ എക്സി ഫയൽ ഡൗൺലോഡ് ആവുണ്ടാവും. ഡൗൺലോഡ് ആവും ഗൈസ്. എന്നിട്ട് ഈ എക്സി ഫയൽ സെറ്റപ്പ് ചെയ്താൽ മതി ഗൈസ്. അപ്പം നമുക്ക് സബ്ലിമേ ടെക്സ്റ്റ് വരും. അപ്പം നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ആവുന്നത് സബ്ലിമേ ടെക്സ്റ്റ്. അപ്പോൾ നോട്ട് പാഡ്. അപ്പം നമുക്ക് HTML എന്നതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം HTML കുറിച്ച് പഠിക്കണം. അപ്പോൾ HTML എന്നത് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതായത് HTML എന്നത് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ക്രോമിൽ പോയിട്ട് നമ്മളിപ്പോൾ സബ്ലിമേ ടെക്സ്റ്റ് അടിച്ചു. ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഒന്നുമില്ലോ. ഇതാണ് വെബ് പേജ് എന്ന് പറയുന്നത്. നമ്മുടെ ലിങ്കൊക്കെ ഉള്ളത്. ലിങ്കിൽ കയറുമ്പോൾ ഇതാണ് വെബ്സൈറ്റ്. അപ്പം ഇതാണ് വെബ് പേജ്, ഇതാണ് വെബ്സൈറ്റ്. അപ്പം ഈ വെബ് പേജ് ക്രിയേറ്റ് ഉപയോഗിക്കുന്നതാണ് HTML. ഇതിൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTML ഒരു വെബ് പേജിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കുറേ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ലിങ്ക്, ഇപ്പം ടെക്സ്റ്റ്, ഇമേജസ്, അതുപോലത്തെ കുറേ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. HTML എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ HTML ബ്രൗസറിൻ്റെ അടുത്ത് പറയും. ബ്രൗസറിൻ്റെ അടുത്ത് എങ്ങനെയാണ് കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെയാണ് HTML വർക്ക് ചെയ്യുന്നത്. HTML എലമെൻറ്റ്സ് പീസസ് ഓഫ് കണ്ടന്റിനെ ലേബൽ ചെയ്യും. HTML പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആദ്യം ബേസിക്കായിട്ട് കുറച്ച് ഇതറിയാനുണ്ട്. ടാഗ്സ് അറിയാനുണ്ട്. ഫസ്റ്റ് ടാഗാണ് HTML ടാഗ്. രണ്ട് ടൈപ്പ് ഓഫ് ടാഗ്സ് ഉണ്ട്. ടാഗ്സ് ആണ് HTML-ലുള്ളത്. ഒന്ന് empty ടാഗും ഒന്ന് കണ്ടെയ്നർ ടാഗും. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇത് വേണം, സ്റ്റാർട്ടും വേണം എൻഡും വേണം. ഇപ്പം ഇതാണ് ഇപ്പം ഈ രണ്ടിനും ഇപ്പം HTML എന്ന് അടിച്ചു കൊടുക്കും. ഇപ്പം ഇതാണ് കണ്ടെയ്നർ ടാഗ്. ഇപ്പം ഇത് നോർമൽ ടാഗ്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ HTML എന്ന് പറഞ്ഞൊരു സംഭവം, ഈ ഒരു ടാഗ് ഏറ്റവും അവസാനം ക്ലോസ് ചെയ്യണം. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലാഷ് ഇട്ടിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. ഈ സ്ലാഷ് ക്ലോസ് ചെയ്യാനായിട്ട്. ക്ലോസ് ചെയ്യാൻ വേണ്ടാത്ത ടാഗിനെയാണ്
ആണ് എം ടി ടാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബി ആർ ടാഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ടാഗ് എന്ന് പറയും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ലൈൻ ഇവിടം വരെ ഒരു മിനിറ്റ്, നമ്മളിവിടം വരെ ഒരു ലൈൻ എഴുതി, ബാക്കി ലൈൻ നമുക്ക് ഇവിടെ എഴുതേണ്ട താഴെ എഴുതാൻ പറ്റും നമുക്ക്. പക്ഷെ ഡിസ്പ്ലേ ചെയ്യുന്നത് താഴെ വേണമെങ്കിൽ ഇങ്ങനെ ഓർത്താൽ വരില്ല. അപ്പം ഇവിടെ ബി ആർ ടാഗ് എന്ന് പറഞ്ഞ ടാഗ് ഇടണം. എഴുതി കഴിഞ്ഞിട്ട് ബി ആർ ടാഗ് ഇടണം. ആ ബി ആർ എന്ന് പറഞ്ഞ ടാഗിന് മാത്രമാണ് അങ്ങനെ, ബി ആർ മാത്രമല്ല, അങ്ങനെ കുറച്ച് ടാഗിനാണ് എം ടാഗ് വേണ്ടത്. അതിനെയാണ് എം ടി ടാഗ് എന്ന് പറയുക. പിന്നെ എച്ച് ടി എം എല്ലിലുള്ള എല്ലാ കോഡ്സിൻ്റെയും എലമെൻറ്റ്സ്, അതായത് ഈ ഒരു എലമെൻറ്റ്സ് ഈ ഒരു ബ്രാക്കറ്റ് പോലത്തെ ഈ ഒരു സാധനം വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത് അവസാനിക്കുന്നത്. ഇപ്പോൾ എച്ച് ടി എം എൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ്, അത് കഴിഞ്ഞാൽ പിന്നെ ടൈറ്റിൽ ടാഗ്, ടൈറ്റിൽ ടാഗ്, അതായത് ഇപ്പോൾ ടൈറ്റിൽ ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു സിമ്പിൾ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ടൈറ്റിൽ എന്നുള്ള ഇത് ചെയ്തു, ഞാൻ ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ എന്നുള്ളതിൽ ഇപ്പോൾ ഞാൻ യൂട്യൂബ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തു. പിന്നെ ഇത് ക്ലോസ് ചെയ്യണം, ഇങ്ങനെ ഇടണം, സ്ലാഷ് ഇടണം, ടൈറ്റിൽ, ഇത് ക്ലോസ് ആയി. ഞാനത് ക്ലോസ് ചെയ്യേണ്ടത്. പിന്നെ അതിന് മുമ്പ് ഹെഡ് ഇടണം, ഹെഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹെഡ് ടാഗ് ഇടണം. പിന്നെ ടൈറ്റിൽ ടാഗ്, പിന്നെ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യണം. പിന്നെ ബോഡി ടാഗ്, നമ്മളിപ്പോൾ എന്ത് സംഭവത്തിൻ്റെ HTML എന്ത് സംഭവത്തിൻ്റെ ആയാലും മെയിൻ കണ്ടൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ബോഡി, അതായത് മെയിൻ കണ്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ബോഡി എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് ഇവിടെ ഇടുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്താ കൊടുക്കുക, മൈ നെയിം ഈസ് അഭിനവ് എന്നിപ്പോൾ ഒരു ഇത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മൈ നെയിം ഈസ് അഭിനവ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ കോഡാണ്. ഈ ഒരു സിമ്പിൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. മൈ നെയിം ഈസ് അഭിനവ് എന്നുള്ളൊരു സിമ്പിൾ കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഇവിടെ HTML ക്ലോസ്, അതിന് മുമ്പ് ഒരു വേറെ ക്ലോസ് ഇടണം. ആദ്യം ബോഡി ക്ലോസ് ചെയ്യണം, പിന്നെ അവസാനമാണ് എപ്പോഴും HTML ക്ലോസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ബോഡി ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ടിപ്പോൾ ഫയലിൽ പോയിട്ട് ഇപ്പോൾ സേവസ് Ctrl+Shift+S സേവസ് ഇത് കൊടുക്കണം. അതിനകത്ത് ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇപ്പോൾ എന്താ വേണ്ടത്, youtube.html എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലായിരിക്കും എല്ലാം ഫയൽ സേവ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അത് ബ്രൗസറിൽ വ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ youtube.html എന്ന് സേവ് ചെയ്തു. ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയി, ഡെസ്ക്ടോപ്പിൽ പോയി ഓപ്പൺ മൈ നെയിം ഈസ് അഭിനവ് ഇങ്ങനെ വന്നു. ഞാൻ കൊടുത്ത മൈ നെയിം ഈസ് അഭിനവ് എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ഞാൻ ടൈറ്റിൽ കൊടുത്ത് യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ യൂട്യൂബിൽ നിന്ന് ടൈറ്റിലും വന്നു. അവിടെ യൂട്യൂബിൽ നിന്നാണ് ടൈറ്റിൽ കൊടുത്ത് ഇവിടെ ടൈറ്റിൽ ഇങ്ങനെ യൂട്യൂബ് എന്ന് വന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. നമുക്കിത് പാട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാം. നമുക്കൊരു സ്മോൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, ചെറിയൊരു വെബ് പേജ് പാട്ടായിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പുതിയ ഓരോ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ
ബെല്ലൈക്കൺ ഓൺ ആക്കുക. അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാതായിട്ട് അവിടുത്തെ ബെല്ലിൻ്റെ ബട്ടൺ ഉണ്ടാവും, അവിടെ ഞെക്കിയിട്ട് ഓൾ എന്നുള്ളൊരു ബട്ടൺ ഞെക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ കമൻറ്റ് ഇടുക ഗൈസ്. സജഷൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടാകും ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോയിൽ സോൾവ് ചെയ്യാൻ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ അഭിനവ് സൈനിങ് ഫ്രം അബി ബ്രോ ഗൈസ്.